ഈ സ്റ്റോറി തുടങ്ങുന്നത് VU ടിവിയുടെ ഒരു 32 ഇഞ്ച് സിനിമ TV ഞാൻ മേടിച്ചപ്പോഴാണ്. ഈ ഡിവൈസ് എൻ്റെ കയ്യിൽ വന്ന് ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കാണ് അറിഞ്ഞത് ഇതിന് ചെറിയൊരു പാനൽ കംപ്ലൈൻ്റ് ഉണ്ട്. സീരിയസ് പ്രശ്നമൊന്നുമില്ല, പക്ഷേ ഒരു ചെറിയ ഇറഗുലാരിറ്റി. എനിക്ക് എൻ്റെ പ്രൊഡക്റ്റ് അവർ റീപ്ലേസ് ചെയ്ത് തന്നു. എങ്ങനെ? ഞാൻ ചെയ്ത സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്? അതാണ് ഈ വീഡിയോയിലുള്ളത്. ഇത് നിങ്ങളുടെ സ്വന്തം ചങ്ങായി ഹാരിസ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആർക്സ് ടെക് എഡു. നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണുക, കാരണം സർവീസ് സെൻറ്ററിലെ ചേട്ടൻ പറഞ്ഞൊരു ടിപ്പ് ഏറ്റവും അവസാനം ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ചാനലിൻ്റെ റെഗുലർ സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവും, ഹാരിസ് ഈ പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ഞങ്ങൾ ചാനലിൽ കണ്ടില്ല, എന്ത് പറ്റി, എന്താ സ്കിപ്പ് ചെയ്തേ, പ്രൊഡക്റ്റ് കൊള്ളില്ല എന്നൊക്കെ. ഉള്ള കാര്യം പറയാം, എൻ്റെ ഫസ്റ്റ് സ്മാർട്ട് TV പർച്ചേസാണ്. അതുകൊണ്ട് തന്നെ ഞാനൊരു എക്സ്പേർട്ട് അല്ലാത്തതുകൊണ്ട് ഒരു ഇൻഡെപ്ത് വീഡിയോ ചെയ്തില്ല. പക്ഷേ ഇപ്പം കുറച്ചൊക്കെ അറിഞ്ഞു വരുന്നു. നല്ല പ്രൊഡക്റ്റാണ്. ഈ പ്രൊഡക്റ്റ് ഞാൻ എടുക്കാനുള്ള കാരണം നമ്മുടെ മലയാളത്തിൽ തന്നെ ഒത്തിരിയേറെ സീനിയർ ചേട്ടന്മാർ VU ടിവിനെ കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ചിലത് സ്പോൺസേഡ് ആയിരുന്നു, ബട്ട് ഒട്ടുമിക്ക എല്ലാവരും തന്നെ നല്ല കമൻസാണ് പറഞ്ഞത്. സോ അതുകൊണ്ട് ഈ പ്രൊഡക്റ്റ് എടുത്തു. അതുപോലെ തന്നെ ഫീച്ചേഴ്സ് നന്നായിരുന്നു. 40 വാട്ട് സ്പീക്കറൊക്കെ ഉണ്ട്. സോ ഇറ്റ്സ് റിയലി ഗുഡ്. ഇതുവരെയുള്ള ഞങ്ങളുടെ ഒരു 6-7 മാസത്തെ ഒരു യൂസേജ് എക്സ്പീരിയൻസിൽ നിന്ന് നല്ലത് മാത്രമേ ഞങ്ങൾക്ക് ആസ് ഫാമിലി പറയാനുള്ളൂ. പക്ഷേ ഈ പ്രൊഡക്റ്റ് എൻ്റെ കയ്യിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ആദ്യത്തെ ഒരു 2-3 ദിവസത്തേക്ക് ശ്രദ്ധിച്ചില്ല. പിന്നീടാണ് ശ്രദ്ധിച്ചത് ചെറിയൊരു സ്ക്രീൻ ബ്ലീഡിങ് ഇഷ്യൂ ഉണ്ട്. ഇത്രയും സൈസുള്ള പ്രൊഡക്ട്സ് ഒന്നും ഇടുക്കിയിലോട്ട് ഡെലിവറി ഇല്ല. അതുകൊണ്ട് കോട്ടയത്തിൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലോട്ട് വരുത്തിച്ചാണ് ഞാനിതെടുത്തത്. അതുകൊണ്ട് തന്നെ റീപ്ലേസ് ചെയ്യണമെങ്കിൽ ഒത്തിരി ട്രാവൽ ചെയ്യേണ്ടി വരും. അത് എക്സ്ട്രാ ചിലവാണ്. അതുകൊണ്ട് തന്നെയാണ് സർവീസ് സെൻറ്ററിലോട്ട് ആദ്യമേ പോകാമെന്ന് വിചാരിച്ചത്. ഇനിയും സ്ക്രീൻ ബ്ലീഡിങ് എന്താണെന്ന് പിടികിട്ടാത്തവർക്ക് ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചോ, അവിടെ ബ്ലാക്ക് സ്ക്രീനിൽ സൈഡിൽ നിന്നൊക്കെ എന്തോ ഒരു കളർ കയറി വരുന്ന പോലെ. ഇത് ഏറ്റവും പ്രശ്നമാവുന്ന സിനിമയൊക്കെ കാണുമ്പോഴാണ്. കാരണം 21:9 ആസ്പെക്ട് റേഷ്യോയിലുള്ള വീഡിയോസ് കാണുമ്പോൾ മണ്ടയിലും താഴെയിലും ബ്ലാക്ക് ബാർസ് വരും. അവിടെ ആ ഒരു ലൈറ്റ് കയറി വരുമ്പോൾ ഭയങ്കര വൃത്തികേടാണ്. അതുപോലെ തന്നെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. ഇതെന്തുകൊണ്ടുണ്ടാവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിസ്പ്ലേയും ലൈറ്റ് എമിറ്റേഴ്സും തമ്മിലുള്ള സീലിങ്ങിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ പ്രശ്നം ഉണ്ടാവുന്നതാണ്. മാനുഫാക്ചറിങ് ഡിഫക്റ്റാണ്. കമ്പനിയോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും ഇത് പൊതുവേ സംഭവിക്കുന്നതാണ്. പക്ഷേ എന്ത് ചെയ്യാം, എൻ്റെ കാര്യത്തിൽ അൺഫോർച്ചുനേറ്റ്ലി സംഭവിച്ചു. ഇനി ഞാൻ ചെയ്ത സംഗതികൾ എന്തൊക്കെയാണെന്ന് പറയാം. ഇതിനു മുന്നേയും വാറൻറ്റി ക്ലെയിം ചെയ്ത് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അതേ ഫോർമാറ്റ് പിന്തുടർന്നു. ഞാൻ എല്ലാ വീഡിയോയിലും വാറൻറ്റിയെക്കുറിച്ചുള്ള എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, നിങ്ങളുടെ പ്രൊഡക്റ്റ് വരുമ്പോൾ അതിൻ്റെ ബില്ലിൻ്റെ ഒറിജിനൽ നിങ്ങൾ മെയിൽ ID ഫ്ലിപ്കാർട്ടിൽ കോൺഫിഗർ ചെയ്തിട്ടില്ലെങ്കിൽ ബില്ലിൻ്റെ ഒറിജിനൽ സൂക്ഷിക്കുക. അതുപോലെ തന്നെ കൂടെ വന്ന എല്ലാ പ്രൊഡക്റ്റ് ലീഫ്ലെറ്റ്സും ബാർകോഡുകളും സൂക്ഷിക്കുകയാണ്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം VUൻ്റെ കാര്യത്തിൽ അവരുടെ വെബ്സൈറ്റിൽ ഡിവൈസ് ആദ്യമേ രജിസ്റ്റർ ചെയ്യണം. അതിന് കൂടെ വന്നൊരു കുഞ്ഞൊരു ബാർകോഡുണ്ട്. അത് നമ്മൾ ചിലപ്പോൾ അലക്ഷ്യമായിട്ട് കളഞ്ഞേക്കാം, പക്ഷേ അത് വെച്ചിട്ടാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത്. പ്രൊഡക്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പറാണത്. അതുപോലെ തന്നെ നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ച ഡേറ്റും കാര്യങ്ങളെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. VU ടിവിൻ്റെ സർവീസ് അവൈൽ ചെയ്യാനായിട്ട് ഫസ്റ്റ് നിങ്ങൾ പ്രൊഡക്റ്റ് രജിസ്റ്റർ ചെയ്യുക. അതിനുശേഷം ഒരു റിക്വസ്റ്റ് ഫയൽ ചെയ്യുക. ഈ റിക്വസ്റ്റ് ഫയൽ ചെയ്ത് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും അവരുടെ റീജിയണൽ ഓഫീസിൽ നിന്ന്, പൊതുവേ കൊച്ചിയിൽ നിന്ന് ഒരു മെസ്സേജ് വരും, എന്താ ഇഷ്യൂ എന്നും ചോദിച്ചിട്ട്. അപ്പോൾ നമ്മൾ അവർക്ക് എന്താണ് ഇഷ്യൂ എന്നുള്ളത് ഫോട്ടോ സഹിതം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് അല്പം കൂടെ കാര്യങ്ങൾ എളുപ്പമാണ്. അത് അവരോട് ഉള്ള കാര്യം ഉള്ള പോലെ പറയുക. പിന്നെ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള ഒരു സംഗതി എന്ന് പറയുമ്പോൾ, ഞാൻ ശ്രദ്ധിച്ചാണ് പലരും സർവീസ് സെൻറ്റേഴ്സിലോട്ടൊക്കെ വിളിക്കുമ്പോൾ പൊതുവേ ഒരു പ്രൊഡക്റ്റ് മേടിച്ച് 3-4 ദിവസത്തിനുള്ളിൽ കംപ്ലയിൻ്റ് ആയെങ്കിൽ ഊടുപാട് ചീത്തയൊക്കെ ആയിരിക്കും. ദയവ് ചെയ്തത് പറയാതിരിക്കുക. കാരണം ഇവരും മനുഷ്യരല്ല, ഇവരെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ? ഇതൊക്കെ മാനുഫാക്ചറിങ് ഡിഫക്റ്റാണ്. സോ അവരോട് മാന്യമായിട്ട് സംസാരിക്കുക. റീജിയണൽ ഓഫീസിൽ നിന്ന് ഒരു മെസ്സേജ് വന്നതിന് ശേഷം അവരുടെ ഒരു ലോക്കൽ റെപ്രസെൻറ്റേറ്റീവ് നിങ്ങളെ വിളിക്കും. അപ്പോൾ നിങ്ങളുടെ ഇഷ്യൂ ഒന്നും കൂടെ പറയുക. കാരണം അവരാണ് ഇതിനകത്ത് വേണ്ട നടപടികൾ ചെയ്യുന്നത്. ഇടുക്കിയിലെ കുറച്ച് ചേട്ടന്മാരാണ് എന്നെ വിളിച്ച്, അവർ അടിപൊളിയായിരുന്നു, കാര്യങ്ങളെല്ലാം അവർ മനസ്സിലാക്കി, അവർ വേണ്ട വിധത്തിൽ കാര്യങ്ങൾ ചെയ്തു. അതുകൊണ്ടായിരിക്കാം എനിക്കൊരു ഫ്രഷ് പുതിയൊരു പ്രൊഡക്റ്റ്, ന്യൂ പ്രൊഡക്റ്റ് എൻ്റെ കയ്യിലോട്ട് കിട്ടി. അപ്പോൾ എല്ലാവരുടെ കാര്യത്തിലും അതുണ്ടാവണമെന്നില്ല. അതിനെക്കുറിച്ച് ഈ സർവീസ് ടെക്നീഷ്യൻ ഏറ്റവും അവസാനം നമ്മളോട് പറയുന്നുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഫസ്റ്റ് ചെയ്തത്. ഒന്ന്, ഡിവൈസ് ഫസ്റ്റ് രജിസ്റ്റർ ചെയ്തു, റിക്വസ്റ്റ് ഫയൽ ചെയ്തു, അവരുടെ അടുത്ത് നിന്ന് കമ്മ്യൂണിക്കേഷനൊക്കെ വളരെ വ്യക്തമായിട്ടുള്ള മറുപടി കൊടുത്തു, ഫോട്ടോസ് അയച്ചു കൊടുത്തു. അതിനുശേഷം പ്രൊഡക്റ്റ് പ്രോപ്പറായിട്ട് പാക്ക് ചെയ്തു. ഞങ്ങളുടെ അടുത്തുള്ള VUൻ്റെ സർവീസ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ അടിമാലിയാണ്, രാജക്കാട് അടുത്തുള്ളത് അടിമാലിയാണ്. ഇപ്പം ഇടുക്കിക്കാർ പ്രത്യേകിച്ച് മൂന്നാർ ഈ സൈഡിൽ നിന്നൊക്കെ ഉള്ളവരാണെങ്കിൽ മച്ചാനെ ഇത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടിമാലി ഫെഡറൽ ബാങ്കിൻ്റെ മുകളിലത്തെ നിലയിലാണ്. അപ്പോൾ അവിടെ ക്രിസ്റ്റൽ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന സ്ഥാപനമാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് ഞാൻ പ്രൊഡക്റ്റ് കൊണ്ടുപോയി.
അവിടെ കൊണ്ടുപോകേണ്ട സാഹചര്യം വന്നെന്ന് പറഞ്ഞാൽ നിങ്ങളിത് ഓർക്കുക, ജൂലൈയിലാണ് സംഭവിക്കുന്നത്. അപ്പം കൊറോണ സീനാണ്. ഇല്ലായിരുന്നെങ്കിൽ അവർ വീട്ടിൽ തന്നെ ഡെലിവറി ചെയ്ത് തന്നെ. അപ്പോൾ അവിടെ കൊണ്ടുപോയി ആ ചേട്ടന്മാർ ആദ്യമേ തന്നെ പ്രൊഡക്റ്റ് ഒന്ന് നോക്കും. പ്രൊഡക്റ്റ് ഒന്ന് നോക്കി നമ്മളായിട്ട് എന്തെങ്കിലും ഫിസിക്കൽ ഡാമേജ് ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നല്ല അവർ നോക്കും. അതിനുശേഷം നമ്മൾ പറഞ്ഞിരിക്കുന്ന ആ പ്രശ്നമുണ്ടല്ലോ, അത് യഥാർത്ഥത്തിലുള്ളതാണോ എന്ന് ആ ടെക്നീഷ്യൻ തന്നെ ഒന്ന് നോക്കും. ഞങ്ങളുടെ കാര്യത്തിൽ കൂടുതലൊന്നും പറയേണ്ട വന്നില്ല. പുള്ളിക്കാരൻ തന്നെ കണ്ടപ്പോഴേ പറഞ്ഞു, ഓക്കെ, ഇഷ്യൂ മനസ്സിലായി. അതിനുശേഷം നമുക്കൊരു പുതിയ പ്രൊഡക്റ്റ്, ഫ്രഷ് പ്രൊഡക്റ്റ്, ഉപയോഗിച്ചതോ റിപ്പയർഡോ ഒന്നുമല്ല, ഫ്രഷ് പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്ത് നമുക്ക് അവിടെ വെച്ച് ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരും അവർ. റീപ്ലേസ്മെൻറ്റ് അവർ കൊണ്ടുവരുന്ന ഭയങ്കര സെറ്റപ്പായിട്ടാട്ടോ, നല്ല പാക്കേജിങ് ഒക്കെ ആയിരുന്നു. ഇറ്റ് വാസ് റിയലി ഗുഡ്. ഞങ്ങൾ ശരിക്കും ഇമ്പ്രസ്ഡ് ആയി. ഓവറോൾ സർവീസ് ക്വാളിറ്റിയും വളരെ നന്നായിരുന്നു. VUTVൻ്റെ സർവീസ് ക്വാളിറ്റി അറ്റ്ലീസ്റ്റ് ഞങ്ങളുടെ ഇടുക്കി, മൂന്നാർ, അടിമാലി റീജിയനിലൊക്കെ വളരെ നന്നായിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ചില ആളുകൾ ഇപ്പോൾ കമൻ്റ് അടിച്ചു തുടങ്ങിയിട്ടുണ്ടാവും, എടാ നീ വലിയ യൂട്യൂബർ ആയതുകൊണ്ടല്ലേടാ അതിനൊക്കെ റീപ്ലേസ്മെൻ്റ് ഒക്കെ കിട്ടിയത്, ഞങ്ങൾക്ക് കിട്ടുമോ? എൻ്റെ പൊന്നു ചേട്ടായി, ഞാൻ അവിടെ ചെല്ലുന്നവരെ അവരോട് ഈവൻ അവരുടെ ഹെഡ് ഓഫീസിന് വിളിച്ചപ്പോൾ പോലും ഞാനൊരു യൂട്യൂബറാണെന്നോ എനിക്കിങ്ങനെ ഒരു ചാനലുണ്ടോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങളെപ്പോലെ ഒരു സാധാരണക്കാരനായിട്ടാണ് ഞാൻ അവിടെ പോയത്. അവിടെ ചെന്ന് ആ ചേട്ടന്മാരോട് ഇങ്ങനൊരു ചാനലുണ്ട്, ഈ വീഡിയോ ഒക്കെ അതിനകത്ത് വരും കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ പോലും അവർക്ക് എൻ്റെ ചാനലിനെക്കുറിച്ച് അറിയില്ലെന്ന് പറഞ്ഞു. ഇടുക്കിയിലുള്ളവന്മാരോട് ഒരു ചെറിയ അപേക്ഷയാണ്, ചാനൽ ഷെയർ ചെയ്യടാ, അറ്റ്ലീസ്റ്റ് ഇടുക്കിയിലുള്ളവരെങ്കിലും അറിയട്ടെ. സോ നമുക്കിനി ബാക്കി കാര്യത്തിലോട്ട് വരാം. അപ്പോൾ ഈ വീഡിയോ കണ്ടതിൽ നിന്ന് നിങ്ങൾക്കുള്ള കുറച്ച് കീ ടേക്ക് അവേസ് ഇതൊക്കെയാണ്. ഓൺലൈനിൽ നിന്ന് നിങ്ങൾ TV മേടിച്ച് കഴിഞ്ഞാൽ അതിന് വാറൻറ്റി കിട്ടുമോ? കിട്ടും. ആരെങ്കിലും വാറൻറ്റി കിട്ടില്ലെന്നൊക്കെ പറഞ്ഞാൽ, പ്രത്യേകിച്ച് റീറ്റെയിൽ കടക്കാർ പറഞ്ഞാൽ അത് തെറ്റാണ്. നമുക്ക് വാറൻറ്റി കിട്ടും. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ VUൻ്റെ സർവീസ് സെൻറ്ററിലെ അവിടുന്ന് തന്നെയാണ് ചില റീറ്റെയിൽ ഷോപ്പിലോട്ട് പോലും റിപ്പയറും റീപ്ലേസ്മെൻറ്റുകളും പോകുന്നത്. ഇങ്ങനെയൊരു സിറ്റുവേഷനിൽ വാറൻറ്റി കിട്ടാനായിട്ട് ഫസ്റ്റ് നിങ്ങൾ പ്രൊഡക്റ്റ് രജിസ്റ്റർ ചെയ്യുക, റിക്വസ്റ്റ് ഫയൽ ചെയ്യുക. അതിനുശേഷം ലോക്കൽ ഓഫീസിൽ നിന്നും റീജിയണൽ ഓഫീസിൽ നിന്നും മെസ്സേജുകൾ വരുമ്പോൾ അതിന് പ്രോപ്പറായിട്ട് റിപ്ലൈ ചെയ്യുക, ഇഷ്യൂ എടുത്ത് സംസാരിക്കുക. ഇത്രയൊക്കെ കാര്യങ്ങളേ ഉള്ളൂ. പൊതുവേ നിങ്ങൾക്ക് ഇത്രയും സ്റ്റെപ്പുകൾ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഒരു റിപ്പയറോ റീപ്ലേസ്മെൻറ്റോ കിട്ടും. ഇനി എന്തുകൊണ്ടാണ് റിപ്പയർ എന്ന് ഞാൻ പറഞ്ഞത്, അതിനുള്ള മറുപടി ആ സർവീസ് സെൻറ്ററിലെ ചേട്ടൻ തന്നെ പറയും. വരുന്നുണ്ട്. അതിനുശേഷം പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ചെയ്യുന്ന ഡിഗ്രീസ് അവർക്ക് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് അവർ അറേഞ്ച് ചെയ്ത് മൊത്തത്തിൽ ഫുൾ വന്നത്. അല്ലേട്ടാ, അതല്ല, നമുക്കെന്ന് പറയുമ്പോൾ ഞാൻ ചോദിച്ചെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കസ്റ്റമർ ഇത് മേടിച്ചു, ഒരു 6 മാസം കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഇപ്പോൾ ഒരു പാനൽ കംപ്ലൈൻറ്റ് ഉണ്ടാകുന്നതെന്ന് വെച്ചു. അപ്പോൾ പുള്ളിക്കാരൻ അത് എങ്ങനെ മാറ്റിയെടുക്കണം? അതിപ്പോൾ ഒരു ഇരുത്തോടൊപ്പം മാറ്റിയെടുക്കും. അതിപ്പോൾ 1 വർഷം 2 മാസമായി സ്റ്റെയറിന്റെ അവൈലബിലിറ്റി പോലെയൊക്കെ. സോ പെൻഡിങ് ആണ്, നമുക്ക് കിട്ടാനുള്ള ഡിലേ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് കൊടുക്കും. അപ്പോൾ ഏതാണെന്ന് വെച്ചാൽ റീപ്ലേസ്മെന്റ് ഉണ്ടെങ്കിൽ റീപ്ലേസ്മെന്റ്, അല്ലെങ്കിൽ റിപ്പയർ. ഓക്കെ, താങ്ക് യു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓൺലൈനിൽ നിന്ന് TV മേടിച്ച് കഴിഞ്ഞാൽ പണി പാളുമോ എന്ന് സംശയിച്ചിരിക്കുന്ന ചേട്ടന്മാരോട് ഇല്ല, റിട്ടേൺ, റീപ്ലേസ് അല്ലെങ്കിൽ റിപ്പയർ, ഇതിൽ മൂന്നിലേതെങ്കിലും ഒരെണ്ണം നടന്നിരിക്കും. അതുപോലെ തന്നെ ഇത് VU സ്പോൺസർ ചെയ്ത വീഡിയോ ഒന്നുമല്ല. കാരണം മലയാളത്തിൽ അങ്ങനെ ഒത്തിരി സ്പോൺസർഡ് വീഡിയോ നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു സംഭവമല്ല കേട്ടോ ഇത്. ഇതെൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞതെന്ന് മാത്രം. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളെ വീണ്ടും കാണുന്നവരെ ഇത് നിങ്ങളുടെ സ്വന്തം ചങ്ങായി ഹാരിസ്, സൈനിങ് ഓഫ് ഫോർ നൗ.